എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്സിൽ നമുക്കൊരു 10 മാർക്കിൽ ഒരു 8 മാർക്കിന് മേലെ, അതായത് 10 തന്നെ മേടിക്കുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ 8 മാർക്കിന് മേലെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അതായത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് റിവിഷൻ പോലെ ചെയ്ത് തഴമ്പിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത ക്ലാസ്സാണിന്ന്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, 10th മെയിൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ, അതായത് 10th പ്രിലിംസ് ലെവലല്ല, 10th മെയിൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, തൊഴിൽവാർത്ത, തൊഴിൽ വിധി അങ്ങനത്തെ ഇതൊന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് വളരെ നല്ല ചോദ്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിന് പറ്റിയ, അതായത് 10th ലെവൽ മെയിൻസിന് പറ്റിയ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിന്ന്. അപ്പോൾ അതൊരു 20 ചില്ലാൻ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2x+3 = 256 ആയാൽ 3x - 5ൻ്റെ വില എത്ര? 2x+3 256 ആണെന്നുണ്ടെങ്കിൽ 3x - 5ൻ്റെ വില എത്രയായിരിക്കും? അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, 2ൻ്റെ എത്രയോ ഒരു പവറാണ് എന്ത്, 256. 2 പവർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നൊരു സംഖ്യയാണ് എന്ത്, 256. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് 2ൻ്റെ എത്രാമത്തെ പവറാണ് 256, അതായത് ഇപ്പോൾ 2 പവർ 9 256 ആണ്, അങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, 2 പവർ 9 അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം. അത് അറിഞ്ഞിരിക്കണം ശരിക്കും. 2ൻ്റെ പവേഴ്സ് 2 പവർ 1 എന്താണ്, 2 പവർ 2 എന്താണ്, 2 പവർ 3 എന്താണ്, 2 പവർ 4 എത്രയാണ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മത്സര പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വിദ്യാർത്ഥി എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നോക്കാം, ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ 256 എന്ത് ചെയ്യുക, നേരെ ഘടകങ്ങളാക്കിയാൽ മതി. എന്തിൻ്റെ ഘടകങ്ങളാക്കണം, 2ൻ്റെ ഘടകങ്ങളാക്കാണ് വേണ്ടത്. അപ്പോൾ 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 256 2 കൊണ്ട് ഹരിച്ചാൽ 128. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, 128 2 കൊണ്ട് ചെയ്യാം. 128 2 കൊണ്ട് ചെയ്താൽ 64. ഇനി എത്രയാണ്, 2 കൊണ്ട് തന്നെ ചെയ്യണം. 2 കൊണ്ട് ചെയ്താൽ 32. ഇനി 2 കൊണ്ട് ചെയ്യുക, അപ്പോൾ 16 വരും. പിന്നെ 2 കൊണ്ട് ചെയ്താൽ 8 വരും. ഇനി 2 കൊണ്ട് ചെയ്താൽ 4 വരും. പിന്നെ 2 കൊണ്ട് ചെയ്താൽ 2 തന്നെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 2 3 4 5 6 7 8 2കളാണുള്ളത്. അതായത് 2 × 2 × 2 × അങ്ങനെ 8 എണ്ണം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 പവർ 8 എന്ന് എഴുതാം. അതായത് 2 പവർ 8 ആണ് എന്ത്, 256. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഈ 2 × 2 × 2 അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം, 2 പവർ 8 8 2കളുണ്ട്. 2നെ 8 തവണ എഴുതി ഗുണിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, 2 പവർ 8 ആണ് 256 എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്തത് 2 പവർ x+3 എന്ന് പറഞ്ഞാൽ 256. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 2 പവർ 8 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ബേസാണിത്, അത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഈ മേലെയുള്ള സാധനം x+3, ഇവിടെ ഒരു 8. നോക്ക്, x+3 ഇവിടെ ഒരു 8. അതായത് x എന്ന് പറഞ്ഞൊരു സംഖ്യ, അതിനോട് 3 കൂട്ടിയാൽ 8 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്, 8 - 3 എത്രയാണത്, 5. എക്സിൻ്റെ വില 5. അതോടുകൂടി നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യം യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചു, ഇനി യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് എന്താ വേണ്ടേ, 3 പവർ x - 5. 3 പവർ x എത്രയാ, 5. കുറയ്ക്കണം 5. 5 ന്ന് 5 പോയാൽ എത്രയാ, 0. 3 പവർ 0 എത്രയാ, 3 പവർ 0. ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വരികയാണ് എങ്കിൽ അത് എത്രയാണ്, 1 ആണ്. അതിൻ്റെ ഉത്തരം 1 ആണ്. ഈ ചോദ്യം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 256 2ൻ്റെ എത്ര പവറാണെന്ന് നോക്കി. 2 പവർ 8 ആണ് എന്ത്, 256. ഇത് ശരിക്കും നിങ്ങളിതിങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഘടകങ്ങളാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 പവർ 7 എത്രയാണ്, 128. 2 പവർ 6 എത്രയാണ്, 64. അങ്ങനെ അതൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്ക്, 2 പവർ 8 ആണ് 256 നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഘടകങ്ങളാക്കുന്ന സമയമൊക്കെ നിങ്ങൾക്ക് ലാഭമായി. നേരെ എഴുതിയത് 2 പവർ 8 256 ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പവർ x+3 = 2 പവർ 8 ആണ്. അപ്പോൾ ഈ x+3 ആണ് എന്ത്, 8. അപ്പം x എത്രയാണെന്ന് അവിടെ നിന്ന് തന്നെ കിട്ടി, എന്ത്, 5 ആണെന്ന് കിട്ടി. ഇവിടെ x 5 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 3 പവർ 5 - 5 എത്രയാണെന്ന് കാണുകയാണ് വേണ്ടത്, x - 5 അല്ലേ. അപ്പം എക്സിന് പകരം 5 ഇവിടെ ഇട്ടു. അപ്പോൾ 3 പവർ 0. 3 പവർ 0 എത്രയാ, 1.
ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 177 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മളിതിനു മുമ്പ് കുറേ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നോക്ക്, 177 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 177 താഴെയുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7 അങ്ങനെ പോയി എവിടെ വരെ എത്തും? 175 വരെ എത്തും. 177 വരുമോ? ഇല്ല. കാരണം 177 താഴെയുള്ള എന്നാണ് പറഞ്ഞേക്കണേ. 177 വരെയുള്ള എന്നല്ല പറഞ്ഞത്, 177 താഴെയുള്ള എന്നാണ് പറഞ്ഞത്. അപ്പം 175 നമ്മുടെ അവസാനത്തെ സംഖ്യ. നമ്മൾ ആദ്യത്തത് 1, അവസാനത്തത് 175. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പൊതുവായ വ്യത്യാസമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ അല്ലെങ്കിൽ സമാന്തര ശ്രേണി. അതായത് മൊത്തത്തിൽ എന്ത് പറഞ്ഞാൽ മതി, പൊതുവായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് പൊതുവായൊരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ, ഇവിടെ പൊതുവായ വ്യത്യാസം, ഇവിടെ എത്ര വ്യത്യാസം? 2, 2, 2 കൂടി പോവുകയാണ് ചെയ്യുക. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 2 കൂടി പോവല്ലേ? ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 2 കൂടി പോവല്ലേ? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 1, 1 കൂടി പോവല്ലേ? അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ 5, 10, 15 അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അവിടെ എത്ര കൂടി പോകണേ? 5 കൂടി പോകണേ. അപ്പം അങ്ങനത്തെ എല്ലാ കേസുകളിലും പൊതുവായ ഒരു വ്യത്യാസം ഉണ്ടാവണം. എന്ത്? ഒരു പൊതു വ്യത്യാസം ഉണ്ടെങ്കിൽ, എല്ലാത്തിൻ്റെയും വ്യത്യാസം സെയിം ആണെങ്കിൽ, അതറിയാലോ, പൊതു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സമാന്തര ശ്രേണി. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നടുവിലത്തെ സംഖ്യയാണ്. അതൊരു കാര്യം നമുക്കറിയാലോ, അതിൻ്റെ നടുവിലത്തെ സംഖ്യയാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നടുവിലത്തെ സംഖ്യയായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ശരാശരി കണ്ടുപിടിക്കാം? ശരാശരി സമാന്തര ശ്രേണി എന്തൊക്കെ? എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആദ്യ പദം കൂട്ടണം അവസാന പദം. പദം നോക്കണ്ട, സംഖ്യ കേട്ടോ. ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ 2. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതാ? 1 കൂട്ടണം അവസാനത്തെ സംഖ്യ ഏതാ? 175 ഡിവൈഡഡ് ബൈ 2. 176/2. 176/2 എത്രയാ? 88. നമ്മുടെ ശരാശരി എന്ന് പറയുന്നത് 177 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാ? 88. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 400 കിലോഗ്രാം ആണ്. ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. എന്നാൽ ടീച്ചറുടെ ഭാരം എത്ര? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് നമുക്കറിയാം അല്ലേ? നേരിട്ടുള്ള വഴി അറിയാം, ഷോർട്ട് കട്ട് പറയാം. ഞാൻ ആദ്യം ഷോർട്ട് കട്ട് പറയാം. അപ്പോൾ നോക്ക്, എങ്ങനെ നമ്മൾ എഴുതാറുള്ളത്? 10 കുട്ടികളുടെ ശരാശരി ഭാരം, ആദ്യം എണ്ണ എഴുതി. 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. 10 പേരുടെ ശരാശരി ഭാരം, അതായത് എണ്ണ ആദ്യം എഴുതി പിന്നെ ശരാശരി എഴുതി. 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. ഇനി എന്താ പറഞ്ഞേക്കണേ? ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ എണ്ണ എത്രയായി? ടീച്ചറുടെ എണ്ണം കൂടിയും കൂട്ടണം അല്ലേ? 11. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം എന്താണ് പറയുന്നത്? ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു എന്നാണ് പറയണേ. ടീച്ചറുടെ വെയിറ്റ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. അപ്പോൾ ഈ 40 എത്രയായി? 41. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്, എന്നാലും പറയാം. എന്ത് ചെയ്യുക? ഇതിൻ്റെ നേരെ വ്യത്യാസം എടുക്കുക. ഇവിടെ എത്രയാ? 1 വ്യത്യാസം. 1 കൂടി, അപ്പോൾ +1 എന്ന് എഴുതാം വേണമെങ്കിൽ. ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ 1 കൂടി, അവിടെയും വേണേൽ +1 എന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കാൻ പോവുക അല്ലേ? നോക്കിക്കേ, 1 ഗുണിക്കണം 41 എത്രയാ? 41. കൂട്ടണം 1 ഗുണിക്കണം 10 എത്രയാ? 10. നമ്മുടെ ഉത്തരം 41 + 10 51 കിലോ. ടീച്ചറുടെ ഭാരം 51 കിലോഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്? നമ്മൾ ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണെന്ന് പറയുമ്പോൾ ആകെ ഭാരം എത്രയാണെന്ന് കാണും. 10 പേരുടെ ആകെ ഭാരം ആദ്യം കാണും. അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 10 ഗുണിക്കണം 40. അതെന്താ? ശരാശരി ഗുണിക്കണം എണ്ണം. അപ്പോൾ അത് എത്രയാ? 400 kg എന്ന് കിട്ടും. 400 കിലോഗ്രാം എന്ന് കിട്ടും മൊത്തത്തിലെല്ലാവരുടെയും.
അപ്പോൾ ഇനി അടുത്തത്, അടുത്ത കേസിൽ ടീച്ചറുടെ എണ്ണം കൂടിയും കൂട്ടിയപ്പോൾ 11 ഗുണിക്കണം, ഇനി എന്താണ് 1 കിലോഗ്രാം വർദ്ധിച്ച ശരാശരി 41. 11 ഗുണിക്കണം 41 എത്രയാ? 451 കിലോഗ്രാം. അപ്പോൾ ഇനി നോക്ക്, ഇവിടെ ഇപ്പോൾ വർദ്ധിച്ചേക്കുന്നത് എന്താ? ഒരു 51 കിലോഗ്രാമിൻ്റെ വർധനവാണ് അവിടെ ഉണ്ടായിരിക്കണേ. 451 400 കുറച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന് നിൽക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. അധികം ഗുണനോ കാരണമൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇതേ സെയിം, ഇപ്പോൾ പഠിച്ച സെയിം മോഡലുള്ള ചോദ്യമാണ്. രാഹുലിന് തുടർച്ചയായ 5 മാസങ്ങളിൽ ലഭിച്ച വേതനം 40,000 രൂപയാണ്. 6-ാം മാസം എത്ര രൂപ ലഭിച്ചാൽ രാഹുലിൻ്റെ വേതനം 41,000 രൂപയാകും എന്നാണ് ചോദിച്ചേക്കണേ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചെയ്ത അതേപോലെ ആദ്യം എണ്ണം 5 മാസങ്ങളുണ്ട്. 5 മാസങ്ങളിൽ ലഭിച്ച വേതനം എന്ന് പറയുന്നത് 40,000 ആണ്. ഓക്കെ ആണല്ലോ? അത് അതേപോലെ എഴുതി. 6-ാം മാസം എത്ര രൂപ ലഭിച്ചാൽ രാഹുലിൻ്റെ വേതനം 41,000 ആകും? ശരാശരി വേതനം 41,000 ആവും എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? 6-ാം മാസം ശരാശരി വേതനം എത്രയായി? 41,000 ആയിട്ട് മാറി അല്ലേ? ഇതന്നെയാണ് അവിടെ പറയണത് കേട്ടോ. ഇതന്നെയാണ് അവിടെ പറയണത്. അപ്പോൾ നമ്മൾ വ്യത്യാസം എടുക്കുക. ഇവിടെ ഒരു +1, ഇവിടെ എന്താ? ഒരു +1000 കിട്ടുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? ദേ ക്രോസ് ഗുണിക്കുന്നു അല്ലേ? സോറി, ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കുന്നു. ദേ ഒരു ചിത്രം വരയ്ക്കുന്ന മാതിരി മനസ്സിൽ പതിയട്ടെ. 1 ഗുണിക്കണം 41,000 എത്രയാ? 41,000 കൂട്ടണം 1000 ഗുണിക്കണം 5. 1000 ഗുണിക്കണം 5 എത്രയാ? 5000 അല്ലേ? അപ്പോൾ അത് എത്രയായി? 46,000 അല്ലേ? 46,000 രൂപ. അതായത് 6-ാമത്തെ മാസം അയാൾക്ക് എത്ര രൂപ സാലറി കിട്ടണമായിരുന്നു? 46,000 കിട്ടണമായിരുന്നു. എന്തിന്? 41,000 ശരാശരി വേതനമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ ചോദ്യം ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 8 പേർ 10 ദിവസം കൊണ്ട് ദിവസത്തിൽ 6 മണിക്കൂർ വെച്ച് 200 കളിപ്പാട്ടം ഉണ്ടാക്കിയാൽ 10 പേർക്ക് ദിവസത്തിൽ 7 മണിക്കൂർ വെച്ച് 350 കളിപ്പാട്ടം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ചോദ്യം ഒരു തവണ കൂടി പറയാം. 8 ആളുകളുണ്ട്. 10 ദിവസം കൊണ്ട് ദിവസത്തിൽ 6 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? 200 കളിപ്പാട്ടം ഉണ്ടാക്കി. 10 ആളുകൾ, നേരത്തെ 8 ആണ്, ഇനി 10 ആളുകൾക്ക് ഒരു ദിവസം 7 മണിക്കൂർ വെച്ചിട്ട് 350 കളിപ്പാട്ടം ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ആൻഡ് ടൈമിനുള്ള ചോദ്യമാണ്. ഇത് ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, എന്തായാലും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ. എന്താണ് ആ ഇക്വേഷൻ? M1 D1 T1 ഡിവൈഡഡ് ബൈ W1. ഇതിൽ M എന്താ? ആളുകളുടെ എണ്ണം. D എന്താ? ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം. T എന്താ? ടൈം, സമയം, എത്രയാണ്, ഇത്ര സമയമാണ് വർക്ക് ചെയ്യണത്. W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വർക്ക് എത്ര കഴിഞ്ഞു എന്ന്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വർക്ക് എത്രയാ? 200 കളിപ്പാട്ടം അല്ലേ? 350 കളിപ്പാട്ടം, അതൊക്കെയാണ് വർക്ക്. അപ്പോൾ ആദ്യത്തെ കേസ് M1 D1 T1 ഡിവൈഡഡ് ബൈ W1 എന്ന് എഴുതി. ഈക്വൽ ടു, ഇക്വേഷൻ ആകുമ്പോൾ ഒരു സമം വേണ്ടേ? ഈക്വൽ ടു എന്തായിരിക്കും? M2 D2 T2 ഡിവൈഡഡ് ബൈ W2. ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചോ. കാരണം ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ സമയം ഉണ്ടായിരിക്കില്ല. ചോദ്യത്തിൽ 8 പേര് 10 ദിവസം കൊണ്ട് ഒരു 200 കളിപ്പാട്ടം ഉണ്ടാക്കി. അതുപോലെ 10 പേര് ഡാഷ് ദിവസം കൊണ്ട് 500 കളിപ്പാട്ടം ഉണ്ടാക്കി എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അവിടെ എന്താ? ടൈമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനിൽ ടൈം എഴുതണ്ട. ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? M1 D1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2 D2 ഡിവൈഡഡ് ബൈ W2. അങ്ങനെയായിട്ട് മാറും. ഇനി അടുത്തൊരു കേസിൽ നോക്ക്. ടൈമും തന്നിട്ടില്ല, വർക്ക് എത്ര ചെയ്യണം എന്നും തന്നിട്ടില്ല. അപ്പോൾ ആ ഇക്വേഷൻ എന്തായി? M1 D1 ഈക്വൽ ടു M2 D2. ആ രീതിയിലൊക്കെ മാറും. കേട്ടല്ലോ? മനസ്സിലായല്ലോ? എങ്കിൽ ഇവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. M എത്രയാ? M1 എത്രയാ? സോറി, ആദ്യത്തെ കേസാണ് ഇത്. ഫസ്റ്റ് കേസ് കേട്ടോ. 8 പേര് 10 ദിവസം കൊണ്ട് ദിവസത്തിൽ 6 മണിക്കൂർ വെച്ച് 200 കളിപ്പാട്ടം. ഇത് ആദ്യത്തെ കേസ്. അത് M1 D1 T1 W1 അതെല്ലാം അതിലുണ്ട്. അപ്പോൾ 8 പേര് M1 8 ഗുണിക്കണം D1 എത്രയാ? 10 ദിവസം കൊണ്ടാണ് അല്ലേ? ഗുണിക്കണം ടൈം എത്രയാ? 6 മണിക്കൂർ. 200 കളിപ്പാട്ടം ഡിവൈഡർ ബൈ 200. W1 ആണ് എന്ത്? 200. ഓക്കെ ആണ്, കിട്ടുന്നുണ്ട്, മനസ്സിലാവുകയാണ്.
അടുത്ത് M2 എത്രയാ? 10 പേരാ. 10 പേരാണ് M2. എണ്ണം 10 ഗുണിക്കണം D2 അറിയില്ല, അതപ്പോൾ അതുപോലെ എഴുതി. അതാണ് കാണേണ്ടത്. 7 മണിക്കൂർ വെച്ച് ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 350 കളിപ്പാട്ടം. ഇതാണ് നമുക്ക് ഫൈനൽ കിട്ടിയത്. ഇനി ഇത് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? ഇത് ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെട്ടാൻ പറ്റും. വേണ്ട, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. D2നെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ്. D2 സമം ഈ 8 ഗുണിക്കണം 10 ഗുണിക്കണം 6 ഡിവൈഡഡ് ബൈ 200 അതുപോലെ അവിടെ ഉണ്ട്. ഇനി നോക്ക്, ഈ D2നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ 350 ഹരിക്കണം എന്നല്ലേ? അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നായിട്ട് മാറും. അപ്പോൾ ഇത് മേലെ വന്നു. ഇപ്പോൾ ഇവിടെ D2ൻ്റെ കൂടെ ഗുണിക്കണം എന്നുള്ള ആൾക്കാരാ. ഇവർ സമത്തിൻ്റെ അപ്പുറത്തോട്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇവിടെ ഗുണനാണ്, അപ്പോൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മേലെയുള്ള ആളുകളാണ്, അപ്പോൾ താഴോട്ട് വരുമ്പോൾ സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരണത്തിലേക്ക് മാറും. ഗുണിക്കണം 10 ഗുണിക്കണം 7. ഇനി നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ഈ 10ഉം വെട്ടാം. ഇനി എന്ത് ചെയ്യാം? ഈ ഒരു 0ഉം വെട്ടാം. ഇനി എന്ത് ചെയ്യാം? 7 5 35. അപ്പോൾ 5 കിട്ടിയാലോ? ഇനി എന്താ ഇവിടെ ഉള്ളത്? ഒരു 20 ഉണ്ട് അല്ലേ? അപ്പോൾ 20നെ 5നെ വെട്ടാലോ? I 4 20. ഇനി ഇതാക്കുന്നത് 4 8ഉം വെട്ടിക്കഴിഞ്ഞാൽ 2. ബാക്കി എത്രയുണ്ട്? 2 ഗുണിക്കണം 6. എത്രയാണത്? 12. എത്രയാ? 12 ദിവസങ്ങളാണ് എന്ത് 350 കളിപ്പാട്ടം ഉണ്ടാക്കാൻ 10 പേർക്ക് 7 മണിക്കൂർ വെച്ചിട്ട് എത്ര ദിവസം എടുത്താൽ മതി? 12 ദിവസം വർക്ക് ചെയ്താൽ മതിയാകും. മനസ്സിലായാലോ? ആകെ ഒരു കാര്യമുള്ളൂ, ഈ ഇക്വേഷൻ പഠിക്കുക. M1 D1 T1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2 D2 T2 ഡിവൈഡഡ് ബൈ W2. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, എന്തായാലും നിർബന്ധമായാലും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്നാലും ഞാൻ ഈ ചോദ്യം പറയാം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ ശ്യാം മുന്നിൽ നിന്നും 7ാം റാങ്കും പിന്നിൽ നിന്ന് 28ാം റാങ്കും ആയാൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം. മുന്നിൽ നിന്ന് 7ാം റാങ്ക്, പിന്നിൽ നിന്ന് 28ാം റാങ്ക് എങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടും. 28 കൂട്ടണം 7 അതങ്ങ് ചെയ്യും. എന്നിട്ടോ കഴിഞ്ഞോ? ഇല്ല. എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇത് രണ്ടും കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത എന്തായിരിക്കണം? 1 കുറയ്ക്കാനാണ്. ഇനി ഇവിടെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 കൂട്ടാനാണ്. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം കേട്ടോ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി മുന്നിൽ നിന്ന് 7ാമത്, പിറകിൽ നിന്ന് ആ കുട്ടി നിൽക്കുന്ന സ്ഥാനം 28ാമത്. അപ്പോൾ എന്ത് ചെയ്യണം? മൊത്തം എത്ര പേരുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, 28 7ഉം കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഒരു 1 കുറച്ചാൽ മതിയാകും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉത്തരം എത്രയാ? 28 + 7 എത്രയാ? 35. 35 1 പോയാൽ 34. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 34ആണ്. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ക്യൂവിൽ മുൻപിൽ നിന്ന് എയുടെ സ്ഥാനം 15ാമതും പിന്നിൽ നിന്ന് 30ാമതുമാണ്. ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കണേ. നേരത്തെ കണ്ട സെയിം ചോദ്യം. എയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 15ാമതാണ്, അതുപോലെ പിറകിൽ നിന്ന് 30ാമതാണ്. എങ്കിൽ ആ ക്യൂവിൽ മൊത്തത്തിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചേക്കണേ. ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. എന്തായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾ ആരും എന്ത് എഴുതാൻ വരില്ല? മെയിൻസ് എഴുതാൻ വരുന്നുണ്ടാവില്ല അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. മണിക്കൂറിൽ 54 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് അല്ലേ? എന്താണ് ട്രെയിനും ടൈമും എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ്. മണിക്കൂറിൽ 54 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം അതിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. അതിൻ്റെ സമയം എന്ന് പറയുന്നത്, അതിനെടുത്ത സമയം, അതായത് ക്രോസ് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്
തന്നതുകൊണ്ട് ഈ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇവിടെ മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം. 54 കിലോമീറ്റർ പെർ അവർ, അതായത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നോക്ക്, ഞാൻ ഈ 54 കിലോമീറ്റർ പെർ ഹവറിനെ ഞാൻ എന്ത് ചെയ്യാണ്? 5/18 കൊണ്ട് ഗുണിക്കുകയാണ്. ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 18 54 വെട്ടി 3 18 എന്ത്? 54. 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്നായിട്ട് മാറി. ഈ ഒരൊറ്റ കാൽക്കുലേഷൻ ചെയ്യാനുള്ളൂ ഇതിൽ, അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാം ട്രെയിനിൻ്റെ നീളമാണ് ചോദിച്ചേക്കണേ. നീളം എന്ന് പറഞ്ഞാൽ ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇനി വീണ്ടും ഞാൻ ഈ ട്രയാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായിരുന്നു? DST, അല്ലേ? D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, S എന്ന് പറഞ്ഞാൽ സ്പീഡ്, T എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വേഗത ഗുണിക്കണം സമയം. വേഗത തന്നിട്ടുണ്ട്, ദൂരം കാണുകയാണ്. ട്രെയിനിൻ്റെ നീളം അല്ലെങ്കിൽ ദൂരം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. വേഗത ഇവിടെ എത്രയാ? 15 സമയം ഇവിടെ എത്രയാ? 10. രണ്ടും കൂടി ഗുണിച്ചാൽ 150 മീറ്റർ. ഉത്തരം 150 മീറ്റർ. വളരെ ബേസിക് ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ ഒരു 10th മെയിൻസിന് ഞാൻ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണിത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വർക്ക് ആൻഡ് ടൈമിലുള്ള ചോദ്യം തന്നെയാണ്. മേഘ ഒരു ജോലി 20 ദിവസം കൊണ്ട്, അപർണ അതേ ജോലി 28 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? വർക്ക് ആൻഡ് ടൈമിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം? ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് എന്താ? LCM മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതിയാകും. അപ്പോൾ ഞാൻ ആദ്യം LCM മെത്തേഡ് പറയാം. LCM മെത്തേഡ് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. LCM നന്നായിട്ട് അറിയില്ല എങ്കിൽ പിന്നീടുള്ള ചോദ്യങ്ങളിൽ ഇത് വളരെ ഉപകാരപ്പെടും. കാരണം എല്ലാ ഇക്വേഷൻസും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ആൻഡ് ടൈമിൽ ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് LCM മെത്തേഡ്. എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മേഘ എത്ര ദിവസം കൊണ്ടാണ്? 20 ദിവസം കൊണ്ടാണ്. അതുപോലെ അപർണ അപർണ എത്ര ദിവസം കൊണ്ടാണ്? 28 ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവയുടെ LCM കാണാം. 20ൻ്റെയും 28ൻ്റെ LCM കാണാം. 20ൻ്റെ 28ൻ്റെ LCM കാണാൻ നിങ്ങൾക്ക് അറിയാലോ. എന്ത് ചെയ്യും? നമ്മൾ ആദ്യം 20ൻ്റെ 28ൻ്റെ നോക്കും, അല്ലേ? 2 കൊണ്ട് പോവോ 4 കൊണ്ട് പോവോ, അങ്ങനെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തും. അല്ല നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 20ലും 28ലും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് മനക്കണക്ക് കണ്ടുപിടിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 20ൻ്റെ 28ൻ്റെ LCM എത്രയാണ്? 140. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്തു നോക്കാം. 20 28 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10, 28നെ ചെയ്താൽ അവിടെ 14. ഇനി നോക്ക്, ഇനി 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 7. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ 7 5 35 അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ പറയാറുണ്ട്, അല്ലേ? 2 × 7. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ 2 × 5 ഉണ്ട്. 2 × 5 എന്ന് പറഞ്ഞാൽ 10. അങ്ങനെ 10 ഉണ്ടെങ്കിൽ ഒരു 0 ഇട്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഗുണിക്കരുതെന്ന് പറയണേ. ഇതിൻ്റെ LCM എത്രയാണ്? 2 × 5 × 7 ആണ്. അപ്പം പക്ഷെ നമ്മൾ ആദ്യം ആരെ കുടിക്കും? ഈ 2നെ 7നെയും കുടിക്കും, 14. എന്നിട്ട് ഈ 2 × 5 10 ആയതുകൊണ്ട് ആ 0 കൂടി ഇട്ട് കൊടുക്കും, 140. അങ്ങനെയാണ് ഗുണിക്കേണ്ടത് കേട്ടോ. എപ്പോഴും 10 100 അങ്ങനെയുള്ള സംഖ്യകൾ ആക്കാൻ ശ്രമിക്കുക ഗുണിച്ചിട്ട്. അപ്പോൾ 140 LCM എന്ന് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഈ 140നെ ഈ 20 കൊണ്ട് ഹരിക്കുക. അതായത് എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ്. 140നെ 20 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടുക? 140നെ 20 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് കിട്ടും. 140നെ 20 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് കിട്ടും. അപ്പോൾ മേഘയുടെ എഫിഷ്യൻസി 7. അതുപോലെ 140നെ 28 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടും. 140 28 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം 28ൻ്റെ പകുതി 14, അതിൻ്റെ ഒപ്പം ഒരു 0 ഇട്ടാൽ 140. അതാണ് അതിന് 5 കൊണ്ട് ഗുണിച്ചാലുള്ളത്, അറിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ ഒരു തവണ കൂടി പറയാം. ആദ്യം മേഘ 20 ദിവസം കൊണ്ട്, അപർണ 28 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുകയാണ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ LCM കണ്ടുപിടിച്ചു. 140 20ൻ്റെ 28ൻ്റെ LCM. ഇനി എന്ത് ചെയ്യുക? ഈ 140നെ 20 കൊണ്ട് ഹരിച്ചു 7 എന്ന് കിട്ടി. 140നെ 28 കൊണ്ട് ഹരിച്ചു 5 എന്ന് കിട്ടി. അത്രയാണ് പറഞ്ഞ കഥ.
അപ്പോൾ ഇനി എന്ത് ചെയ്യാം, രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ ചെയ്യണ്ടേ, ദേ രണ്ടുപേരും ഒരുമിച്ചല്ലേ, അപ്പോൾ രണ്ടുപേരുടെ എഫിഷ്യൻസി കൂട്ടിയാൽ മതി. 7+5. ഓക്കെ, 7+5. 7+5 എത്രയാ, 12 അല്ലേ, 3ഉം 2ഉം 12. ആ 12 കൊണ്ട് ഈ സംഖ്യയെ 140, അതായത് നമ്മുടെ LCMനെ ഹരിച്ചാൽ മതിയാകും. എന്താ പറഞ്ഞത്, രണ്ടുപേരും കൂടി ചെയ്യുന്ന ജോലിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, 7+5, 7ഉം 5ഉം 12. അതിനെ കൊണ്ട് ഈ 140നെ ഹരിക്കുക. 140 ഹരിക്കണം 12 ചെയ്താൽ എത്ര കിട്ടുക, നമുക്ക് ഹരിച്ചു നോക്കാം. 140 ഹരിക്കണം 12, ഒരു 12 12 ശിഷ്ടം 20. അപ്പോൾ ഒരൊറ്റ ഒന്നും കൂടി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ബാലൻസ് 12 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 11 8/12. 11 8/12 ദിവസം. അങ്ങനെ നമുക്ക് എഴുതാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മണിക്കൂറിലേക്കൊക്കെ കൺവെർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് ലഭിക്കുന്നത്, 11 8/12. ഇനി വേറൊരു രീതിയിലും ഇത് ചെയ്യാൻ സാധിക്കും. അതേതാ, ഇക്വേഷൻ മെത്തേഡ്. ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ്. അത് വളരെ സിമ്പിളായിട്ട് തോന്നും നിങ്ങൾക്ക്. പിന്നീടുള്ള സമയങ്ങളിൽ ആ ഇക്വേഷൻ ഓർമ്മയിൽ വരാതിരുന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഓർമ്മയിൽ വരും അല്ലേ. അപ്പോൾ ആ ഇക്വേഷനാണ് ഈ എ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ മേഘയാണ്, ബി എന്ന് പറയുന്ന ഒരാൾ അയാൾ ഇത്ര ജോലി, എ ഇത്ര ജോലി ചെയ്തു, ഇത്ര സമയം കൊണ്ട് ജോലി ചെയ്തു എങ്കിൽ, അതായത് ഒരാൾ എക്സ് സമയം കൊണ്ടും രണ്ടാമത്തെ ആൾ വൈ സമയം കൊണ്ടും ദിവസം കൊണ്ടും ജോലി ചെയ്താൽ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് ഇക്വേഷൻ എന്താ, XY / X+Y. എന്തായിരുന്നു, XY / X+Y ചെയ്താൽ മതിയാകും. എന്താണത്, എക്സ് എത്രയാ 20 ഗുണിക്കണം y എത്രയാ 28 / X+Y. 20 കൂട്ടണം 28. ഞാൻ നേരെ കൂട്ടി എഴുതാൻ പോവാണ്, സമയം എടുക്കുന്നില്ല. 48. ഇതാണ് പരിപാടി. ഇനി നമുക്കൊന്ന് വെട്ടി ചെറുതാക്കാം. ഇതിന് 2 കൊണ്ട് വെട്ടി 10. ഈ 48നെ 2 കൊണ്ട് വെട്ടിയാൽ 24. കറക്റ്റ് അല്ലേ. ഇനി അടുത്തത് ഇവിടെ എത്ര കൊണ്ട് വെട്ടാം, 6 4 24 അല്ലേ, 6 4 24. ഇവിടെ 7 4 28. അപ്പോൾ ബാക്കി ഇനി വെട്ടാനുണ്ടോ, ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെട്ടാം അല്ലേ. എത്ര കൊണ്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടി ഇവിടെ 3, ഇവിടെ 5. 7 5 35. 35/3. അത് ഹരിച്ചാലും ഇത് തന്നെ കിട്ടും, 35/3. എത്ര കിട്ടി, 1 ഇറക്കി എഴുതി 0. ഈ 5 ഇട്ടു, 1 5. ഇവിടെ എത്രയാണ്, 3 കിട്ടി, ശിഷ്ടം 2. അപ്പോൾ എത്രയായി, 11 2/3 എന്ന് കിട്ടി. 11 2/3 ദിവസം എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും, നേരത്തെ എനിക്ക് കിട്ടിയത് 11 8/12 ആണല്ലോ, ഇപ്പോൾ 11 2/3 ആണല്ലോ, അതൊരു പ്രശ്നമാണല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭിന്നസംഖ്യ പഠിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നതെന്ന്. ഈ 8/12 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കാൻ കഴിയില്ലേ. എത്ര കൊണ്ട് വെട്ടാം, 8 4 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര 2, ഇവിടെ എത്ര 3. അതായത് അത് 11 2/3 തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭിന്നസംഖ്യയും പഠിച്ചിട്ടില്ല എന്നാണ് അവിടെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, സംഭവം മനസ്സിലായല്ലോ, ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ. ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. ഒരു 10th മെയിൻസ് ആയതുകൊണ്ട് ഇക്വേഷൻ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കുറേ ഇക്വേഷൻസ് കാണാതെ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. വർക്ക് ആൻഡ് ടൈമിലെ ചോദ്യം തന്നെയാണ്. വർക്ക് ആൻഡ് ടൈമിലെ ടഫായിട്ടുള്ളൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഇതിലില്ല. അപ്പോൾ ചോദ്യം നോക്ക്. 4 സ്ത്രീകൾ അല്ലെങ്കിൽ 3 പുരുഷന്മാർ. വാക്കുകൾ ശ്രദ്ധിക്കണം. 4 സ്ത്രീകൾ അല്ലെങ്കിൽ 3 പുരുഷന്മാർ. ശ്രദ്ധിക്കേണ്ട വാക്ക് അല്ലെങ്കിൽ. 38 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തീകരിക്കും. അതേ ജോലി 5 പുരുഷന്മാരും, ശ്രദ്ധിക്കേണ്ടത് അവരും, പുരുഷന്മാരും കേട്ടോ, 6 സ്ത്രീകളും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു പ്രത്യേകതരം ചോദ്യമാണ്. ഇതിനെ ഓർ ആൻഡ് ടൈപ്പ് എന്ന് പറയും. എന്തു പറയും, ഓർ ആൻഡ്. അല്ലെങ്കിൽ അതുപോലെ എന്താണ്, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വരും, ആൻഡ്, പുരുഷന്മാരും, അങ്ങനെയുള്ള പോലെയുള്ള പദപ്രയോഗങ്ങൾ ഇതിൽ വരും. അതായത് 4 സ്ത്രീകളോ
3 പുരുഷന്മാരോ? അവിടെ രണ്ടുപേരും ഒരുമിച്ചല്ല വരുന്നത്. ഒന്നുകിൽ 4 സ്ത്രീകൾ അല്ലെങ്കിൽ 3 പുരുഷന്മാർ. അടുത്ത കേസ് എന്താ പറയണത്? അതേ ജോലി 5 പുരുഷന്മാരും 6 സ്ത്രീകളും. അവിടെ എന്താ കൂടിയിട്ടാണ്. ഫസ്റ്റ് കേസിൽ ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. രണ്ടാമത്തെ കേസിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ അതേത് ടൈപ്പാണ്? ഓറ് ആൻഡ്. അതായത് ഒരു ചോദ്യത്തിൽ ഓറും ആൻഡും വന്നു കഴിഞ്ഞാൽ, ഒരേ ചോദ്യത്തിൽ ഓറും ആൻഡും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോണത്. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ആദ്യം ഇത് ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം പുരുഷൻ എഴുതുക, പിന്നെ സ്ത്രീ എഴുതുക, പിന്നെ ഡേയ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഞാൻ പറഞ്ഞ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചോദ്യത്തിൽ ആദ്യം ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത് ആണ് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ എപ്പോഴും ആദ്യം പുരുഷനല്ല ആദ്യം, എന്നാലും ആദ്യം പുരുഷൻ എന്ന് എഴുതുക, രണ്ടാമത് സ്ത്രീ എന്ന് എഴുതുക, അതിനുശേഷം ഡേയ്സ് എഴുതുക. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഈ ആദ്യം എന്താ എഴുതാൻ പോണേ? 3 പുരുഷന്മാരുടെ 3 എഴുതി, പിന്നെ 4 സ്ത്രീകളുടെ 4 എഴുതി. ഇനി എന്താ എഴുതാൻ പോണത്? 38 ദിവസം. ഞാൻ എഴുതിയേക്കണ കാര്യം മനസ്സിലായല്ലോ. പുരുഷന്മാർ, സ്ത്രീകൾ, പുരുഷൻ, സ്ത്രീ, ഡേയ്സ്. ആ ഓർഡറിൽ ഞാൻ എഴുതി. ഒരു ടേബിൾ മാതിരി വരച്ചോ വേണമെങ്കിൽ. ഓക്കെ. 3, 4, 38. എത്ര പുരുഷന്മാരാ? 3 പുരുഷന്മാരോ അല്ലേ? അല്ലെങ്കിൽ 4 സ്ത്രീകളോ? അപ്പോൾ നോക്കി 3, 4, 38. ഇത് എഴുതിയേക്കണ മനസ്സിലാവാത്ത ആരും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത് ഞാൻ എഴുതാൻ പോണത് 5 പുരുഷന്മാരും 6 സ്ത്രീകളും. അപ്പോൾ പുരുഷന്മാരവിടെ 5 ആണ്, സ്ത്രീകളുടെ അവിടെ 6 ആണ്. എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇത് നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഉത്തരം. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ നേരെ ഗുണിക്കാം. അപ്പോൾ നേരെ ഗുണിച്ചേ. 3 ഗുണിക്കണം 4 ഗുണിക്കണം 38 ഡിവൈഡഡ് ബൈ. ഒന്ന് നേരെ ഗുണിക്കുക, പിന്നെന്ത് ചെയ്യേണ്ടത്? ക്രോസ് ഗുണിക്കുക. ക്രോസ് ഗുണിക്കുക. 3 ഗുണിക്കണം 6. ഞാൻ കാണാൻ വേണ്ടി മാത്രമാണ് എഴുതുന്നത്. 3 ഗുണിക്കണം 6. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ഗുണിക്കാം. കൂട്ടണം. ആ കൂട്ടൽ മറക്കരുത്. കൂട്ടണം 4 ഗുണിക്കണം 5. ഈ എഴുതിയേക്കുന്ന മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? വേണേ ഒരു കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ എന്തായാലും ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതണം. അത്രയും സിമ്പിൾ ചോദ്യമാണ്. കണ്ടാൽ ബുദ്ധിമുട്ടാണെന്നുള്ളൂ. ആദ്യം എന്തെഴുതി? പുരുഷന്മാർ. പിന്നെ എന്തെഴുതി? സ്ത്രീകൾ എന്നെഴുതി. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? ആദ്യം എത്ര പുരുഷന്മാരാ? 3 പുരുഷന്മാർ. എത്ര സ്ത്രീകളാ? 4 സ്ത്രീകൾ. എത്ര ദിവസം കൊണ്ടാ? 38 ദിവസം കൊണ്ട്. ഇനി അടുത്തത് 5 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുന്ന? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ നേരെ ഗുണിച്ചു. 3 ഗുണിക്കണം 4 ഗുണിക്കണം 38 ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ ക്രോസ് ഗുണിച്ചു. 3 ഗുണിക്കണം 6. ഇനി എന്തിടണം? കൂട്ടണം. ഇത് നേരെ ഇങ്ങോട്ടും ക്രോസ് ഗുണിച്ചു. 4 ഗുണിക്കണം 5. ഞാനതൊന്നുകൂടി എഴുതാം. 3 ഗുണിക്കണം 4 ഗുണിക്കണം 38 ഡിവൈഡഡ് ബൈ 3 ഗുണിക്കണം 6 18 പ്ലസ് 4 ഗുണിക്കണം 5 20. അപ്പോൾ ഒന്ന് കൂട്ടിക്കേ. 3 ഗുണിക്കണം 4 ഗുണിക്കണം 38 ഡിവൈഡഡ് ബൈ 18 20 38. ഈ 38ഉം ഈ 38ഉം വെട്ടിപ്പോയി. ബാക്കി 3 ഗുണിക്കണം 4 12 ദിവസങ്ങളാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. A:B 2:3 ആണ്. B:C 4:7 ആണ്. അതുപോലെ C:D എന്ന് പറയുന്നത് 3:1 ആണ്. എങ്കിൽ A:D എത്ര? ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആ 2 രീതിയും ഞാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് A:B എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാമല്ലോ. A:B എനിക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ, അങ്ങനെ എഴുതാം കേട്ടോ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിക്കോ, A/B ഗുണിക്കണം B/C ഗുണിക്കണം C/D. അതായത് A:B വരെ ഞാൻ A/B എന്ന് എഴുതി, B:C വരെ ഞാൻ B/C എന്ന് എഴുതി, C:D വരെ ഞാൻ C/D എന്ന് എഴുതി. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ ബിയും ക്യാൻസൽ ചെയ്യാം. ഈ സിയും വെട്ടിപ്പോയി. ബാക്കി നമുക്കുള്ളത് A/D ആണ്. അതായത് A:D ആണ് ബാക്കിയുള്ളത്. ആ സാധനം മനസ്സിലായല്ലോ?
അതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസിൽ ചെയ്തു നോക്കാം. 2/3 ഗുണിക്കണം, അതെന്താ A/B. അടുത്തത് 4/7 ഗുണിക്കണം, അതെന്താ B/C. അടുത്ത് C/D എന്താ 3/1. ഇനി എന്ത് ചെയ്യാം, ഈ മൂന്നും വെട്ടിപ്പോയി, ബാക്കിയുള്ളത് 2 × 4 8/7, 8/7. അതായത് A/D എന്ന് പറയുന്നത് 8/7 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 8:7. മേലെയുള്ളത് ആദ്യം, താഴെയുള്ളത് രണ്ടാമത്. 8:7. A/D എന്ന് പറയുന്നത് 8:7 ആണ്. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ 3 എണ്ണമൊക്കെ വെച്ചിട്ടുള്ളത് ചെയ്യുന്നുണ്ടാവും. A/B, B/C തന്നിട്ട് A/B/C കാണാൻ പറയുന്ന പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ മോഡൽ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോണത്. A/B/C/D അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. നോക്കിക്കോ, ആദ്യം A/B അല്ലേ, അപ്പോൾ അത് ആദ്യം അതുപോലെ എഴുതി 2:3. ഇനി B/C അല്ലേ, ആ ബിയുടെ നേരെ താഴെ പോയിട്ട് 4 എഴുതുക, 4:7. സിയുടെ താഴെ 7 എഴുതുക. ഇനി നോക്കുക C/D അല്ലേ, ആ സിയുടെ നേരെ താഴെ വന്നിട്ട് ഇവിടെ 3 എഴുതി, ഡിയുടെ നേരെ താഴെ 1. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 എണ്ണം സിയും ഡിയും വെറുതെ അടക്കുക, പക്ഷെ ഇവിടെ ലാസ്റ്റത്തെ ആളാരാ 3 അല്ലേ, ആ 3നെ തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. അതേപോലെ എന്ത് ചെയ്യാം, ഇവിടെ 4 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടതുവശത്തുള്ളത് ഒഴിഞ്ഞടക്കുകയല്ലേ, അവിടെ ഒഴിഞ്ഞടക്കുന്നിടത്ത് എന്ത് എഴുതുക, 4 തന്നെ എഴുതുക. ഇവിടെ 7 ഉണ്ട്, ഇവിടെ വലതുവശത്ത് ഒഴിഞ്ഞടക്കുന്നത് 7 തന്നെ എഴുതുക. ഇപ്പോൾ ഈ 3ൻ്റെ ഇടതുവശത്ത് ഒഴിഞ്ഞടക്കുന്നുണ്ടല്ലോ, അവിടെ ആരെഴുതണം, അപ്പോൾ 3 തന്നെ എഴുതുക. എന്നിട്ട് നേരെ താഴേക്ക് ഗുണിച്ചാൽ മതി. 2 × 4 × 3 അതാണ് എയുടെ റേഷ്യോ ആയിട്ട് കിട്ടുക. ബിയുടെ കിട്ടാൻ വേണ്ടിയിട്ട് 3 × 4 × 3. അതുപോലെ സിയുടെ കിട്ടാൻ വേണ്ടിയിട്ട് 3 × 7 × 3. അതുപോലെ ഡിയുടെ കിട്ടാൻ വേണ്ടിയിട്ട് 3 × 7 × 1. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് A/D ആണ്. എന്നാലും ഞാനിത് ഗുണിച്ചെഴുതാം. 2 × 4 8, 8 × 3 24, 3 8 24. ഇനി നമുക്ക് വേണ്ടത് ഡിയുടെ വാല്യൂ മാത്രം മതി. എന്താ വെച്ചാൽ A/D ആണ് അല്ലേ. അപ്പം 3 × 7 × 1 എത്ര, ഇവിടെ 21. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 24:21 എന്ന് കിട്ടി. നമുക്ക് എല്ലായ്പ്പോഴും അറിയാം എന്ത്, റേഷ്യോ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ ഫോമിലാക്കി വേണം എഴുതാൻ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, അതിൽ കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ എന്തോ ഉണ്ട് അല്ലേ. എത്ര കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 3 8 24, 3 7 21. അപ്പോൾ നമ്മുടെ ഉത്തരം 8:7. ഈ രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത ദിവസം തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു 10 മേലെ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ളത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഇത് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ പോയി എഴുതിയാലൊന്നും എന്തായാലും കിട്ടില്ല. അത് നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക്